ഞാൻ ഇന്നിവിടെ നെയ്പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. ഇത് ഞാൻ ഇവിടെ പച്ചരി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി തിളച്ച വെള്ളമാണ് ഒഴിച്ച് നമുക്ക് മിക്സ് ആക്കേണ്ടത്. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെയായി ഒഴിച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് മിക്സാക്കി എടുക്കാം. ഇതിപ്പം നല്ലവണ്ണം കുഴഞ്ഞിട്ടുണ്ട്. ഇത് ചൂടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം. അപ്പോഴേക്കും ഒരു ജാറിൽ ഒരു 1/2 മുറി തേങ്ങയിട്ട് അതിൽ ഒരു 2 സ്പൂൺ പെരിഞ്ജീരകവും ഒരു സവാളയാണ് ഞാൻ ഇട്ടത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ മതി. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അരച്ചിട്ടുണ്ട്. അത് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിലിട്ട് നല്ലവണ്ണം കുഴച്ച് എടുക്കാം. നല്ലവണ്ണം കുഴച്ച് മിക്സ് ആക്കണം. എന്നാലേ പത്തൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ചെറിയ ബോളായി പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ മതി. ഇതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് തരാം. നല്ലവണ്ണം പൊങ്ങി വരും ഇത്. ഇത്രയും കനം മതി. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണയിൽ നമുക്ക് ഓരോന്നിട്ട് വറുത്തെടുക്കാം. ഇത് നല്ലവണ്ണം പൊള്ളിച്ച് വരും. അത് താണൊന്നും പോവില്ല. ഇതേപോലെ ഉണ്ടാവും എത്ര മണിക്കൂർ കഴിഞ്ഞാലും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം.